Hello guys, welcome back to my YouTube channel. ആദ്യം തന്നെ ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ ദ ഫാദേഴ്സ് ഔട്ട് ദെയർ. ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ വ്ളോഗാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പം എൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സാധാരണ ഉണ്ണിയേട്ടനും കൂടെ ഉണ്ടാവാറുള്ളതാണ്, പക്ഷേ ഇന്ന് ഞാൻ വളരെ തന്ത്രപൂർവ്വം ഉണ്ണിയേട്ടനെ ചെക്കപ്പിൽ നിന്നും മാറ്റി നിർത്തി. വേറെ ഒന്നുമല്ല, ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഇപ്പം എൻ്റെ വീട്ടിലെ പുതിയ ഡാഡ്സ് ടു ബി ആണല്ലോ, അതുകൊണ്ട് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ കൂടെ അമ്മ, മാതാശ്രീ അവിടെ ഉണ്ട്, ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, അമ്മയുണ്ട്, പിന്നെ അങ്കിൾ ടു ബി കരുണുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ പയ്യെ പറയാം. ആദ്യം നമ്മൾ പോയിട്ട് കുഞ്ഞിനെ സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിനെ കാണണം. കുഞ്ഞൊക്കെ ഓക്കെ ആണോ, ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ എല്ലാം നോക്കണം. അതൊക്കെ നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ ബാക്കി വിശേഷങ്ങൾ ഞാൻ പയ്യെ പറയാം കേട്ടോ. ബൈ ദ വേ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിയിക്കുന്നത് ഇപ്പോഴാണെങ്കിലും ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് ആയിട്ട് 5 മാസമായി ഞാൻ വളരെ രഹസ്യമായി കൊണ്ടു നടക്കുകയായിരുന്നു ഈ കാര്യം. ശരിക്കും 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുത്തു. അപ്പം ആ ഒരു കാര്യം ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. നിങ്ങൾക്കറിയാം, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ മുമ്പ് എൻ്റെ നോസിനൊരു സർജറീനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെഡിക്കൽ ട്രസ്റ്റിൽ വെച്ചിട്ടാണ് ചെയ്തത്. അവരിപ്പം മദർ ലൈൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കും എന്താ പറയുക സ്ത്രീകൾക്കും വേണ്ടിയിട്ട് മാത്രം. അപ്പം അവിടെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടർ സൂര്യ ജയറാം, അതാണ് എൻ്റെ ഡോക്ടർ. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തിരിച്ചു വരാൻ ഇച്ചിരി ലേറ്റായപ്പം ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ വഴുകി. അപ്പം വയറ്റിൽ അത്യാവശ്യം ഗ്യാസൊക്കെ കയറി, നന്നായിട്ട് വിശന്നു. അപ്പോൾ വരുന്ന വഴിക്ക് തലപ്പക്കട്ടി ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം ഇവിടെ വന്നിട്ട്, അതായത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് റൂമിൽ എത്തിക്കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമുക്ക് പോയി കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് എന്താ പറയുക ചെറിയൊരു ഡെക്കോർ നമുക്ക് തന്നെ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ എല്ലാവരും നല്ലതായി ടയേർഡായതുകൊണ്ട് അങ്ങനെയോ ബെഡൊക്കെ ഒക്യുപ്പൈഡാണ്. എല്ലാവരും നന്നായിട്ട് ടയേർഡായതുകൊണ്ട് നമുക്ക് ഇനി പോയി സാധനമൊക്കെ മേടിച്ച് വന്ന് ഡെക്കോർ ചെയ്യാനൊന്നും വയ്യ. അപ്പം ഇവിടെ അന്വേഷിച്ചപ്പം ഹോട്ടലിൽ തന്നെ നമുക്ക് ചെറിയൊരു ഡെക്കോറൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഇനി ഉണ്ണിയേട്ടൻ വരുമ്പോഴേക്കും ഡെക്കോർ കാര്യങ്ങളൊക്കെ ചെയ്യണം. കേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയൊരു ബൊക്കെയൊക്കെ ഞാൻ മേടിച്ചു, കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൊടുക്കാൻ വെച്ചു. പിന്നെ ഹോസ്പിറ്റലിലെ വിശേഷം, പോയി കുഞ്ഞ് സ്കാൻ ചെയ്തു, കുഞ്ഞിനെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞും അമ്മയൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുമ്പോൾ നല്ല മൂമെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു സ്കാനിങ്ങിൽ. ഇപ്പോൾ എന്തോ ആൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, വലിയ മൂമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബേബിയെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇനിയിപ്പം അടുത്ത മാസമേ ഉള്ളൂ ഇനി അടുത്ത സ്കാനിങ്ങിന് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യണമെങ്കിലൊക്കെ ആ ഒരു ഗ്യാപ്പിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാം. കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും വയ്യ അറിയിക്കാം. ഇനി ഉണ്ണിയേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുന്നത്. എനിക്കൊരു ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് ഉണ്ണിയേട്ടനോട് പിക്ക് ചെയ്യാൻ വരുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആളെ വിളിച്ച് വരുത്തണം ഓഫീസ് കഴിയുമ്പം. അതിൻ്റെ ഉള്ളിൽ ഏട്ടൻ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പായിട്ട് നമുക്ക് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താൽ മതി. കാരണം അവർ ഡെക്കോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂമിലിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ കോഫി ഷോപ്പിലേക്ക് എങ്ങാനും മാറിയിരിക്കും. അതുവരെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. നല്ല ടയർഡെന്ന് വെച്ചാൽ ഫുഡ് ലേറ്റ് ആയതിൻ്റെയും പിന്നെ ഒരുപാട് സമയം ഹോസ്പിറ്റലിൽ നിന്നില്ലേ, അതിൻ്റെയൊക്കെ നല്ല ക്ഷീണമുണ്ട്. എല്ലാവർക്കും ക്ഷീണമുണ്ട്, എനിക്ക് മാത്രമല്ല. അപ്പോൾ ഇവരൊക്കെ ഒരു ഇച്ചിരി സ്ഥലം തരുകയാണെങ്കിൽ ആ ബെഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടക്കണം. അങ്ങനെ നമ്മൾ ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല, കിടന്നെഴുന്നേറ്റു ഉറങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ എന്തോ ഒട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ക്ഷീണം മുഖത്ത് നന്നായിട്ടുണ്ടാവും.
ഇപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹോട്ടലിന് താഴേക്ക് ഇറങ്ങി. പക്ഷേ എന്തോ തട്ടുകട ദോശയൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള തട്ടുകടയൊക്കെ തപ്പി ഇറങ്ങി ഒരു തട്ടുകട കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് ദോശയും ചമ്മന്തിയും പിന്നെ ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ റൂം ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കയറിയിട്ടുണ്ട്. നമ്മളിനി തിരിച്ചു പോകുമ്പോഴേക്കും ഡെക്കോറൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ടാവും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എത്തും എന്ന് വിചാരിക്കുന്നു. എനിക്ക് വളരെ ചെറിയൊരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഫുൾ ബലൂൺസൊക്കെ വെച്ച് ഫ്ലവേഴ്സും വെക്കാവുന്ന എല്ലായിടത്തിലും ബലൂൺസ് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഒരു അച്ഛനാന, അമ്മയാന, കുട്ടിയാന. ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച കേക്കാണ് ഫാദേഴ്സ് ഡേക്ക്. ഹലോ ഡേഡി, ഐ ഹോപ്പ് വി മീറ്റ് സൂൺ എന്നൊരു റൈറ്റിങ്സ് ഒക്കെ വെച്ച് ഒരു ബുക്കേ. പിന്നെ ഇതിൻ്റെ ഉണ്ണിയേട്ടനുള്ളൊരു ഫാദേഴ്സ് ഡേ നോട്ട്. ഇതാണ് ഡെക്കറേഷൻ. ഇനി നമുക്ക് ഉണ്ണിയേട്ടൻ വരുന്നവരെ ബെഡിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇവിടെ സോഫയിലൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്യണം. എത്തിയിട്ടുണ്ട്. Hello. Hello. What is it? Happy Father's Day. Really? നോക്കൂ, ഇത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാന്നറിയോ. Thank you very much. അത് എനിക്ക് പറയാനുള്ളത്. അത് ഉറക്കനെ വായിക്കണ്ട, ഒറ്റയ്ക്കിരുന്ന് വായിച്ചാൽ മതി. Right. Thank you very much. That to be. നമ്മൾ ആദ്യമായിട്ടല്ലേ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നല്ലേ? Yeah. അതിന് മുമ്പ് ഫാദർ ആയിട്ടില്ല. ഞാൻ അവിടെ വീട്ടിൽ അച്ഛനുള്ള കേക്കൊക്കെ കൊടുത്തു വിട്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു മൈ ന്യൂ ഡാഡ് ടു ബി. മണമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് മേടിച്ചതാ. മണക്ക പോയിട്ടുണ്ടാവും. നമുക്ക് ക്യാൻഡിൽ കത്തിക്കണ്ട, കാരണം അതാ മതി. കട്ട് ചെയ്യാം. കട്ട് ചെയ്തോളൂ ഡാഡി. ഞാൻ വരണോ? ചെറുത്ത് ഫാദർ ആദ്യം കഴിക്കും, എന്നിട്ട് മദറും കുഞ്ഞും. നമുക്കപ്പം അടുത്ത പ്രാവശ്യം ബേബി ആയിട്ട് ഫാദേഴ്സ് ഡേ ആഘോഷിക്കാം. അതെ. അപ്പം ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ വ്ലോഗ്. ഞാൻ രാവിലെ ഉണ്ണിയേട്ടന് വളരെ തന്ത്രപൂർവ്വം, അല്ലെങ്കിൽ ഞാൻ നിർബന്ധം പിടിക്കും എന്തായാലും സ്കാനിങ്ങിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തവണ ഉണ്ണിയേട്ടൻ പറഞ്ഞത് കുഴപ്പമില്ല, ഞാൻ കരുണ്ട് കൂടെ പൊക്കോളാം. അപ്പം ഇതൊന്നും ഏട്ടനുണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ വളരെ തന്ത്രപൂർവ്വം ഉണ്ണിയേട്ടനെ ഇന്നത്തെ സ്കാനിങ്ങിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ കുഴപ്പമില്ല, ബേബി വലിയ മൂവ്മെന്റ്സ് ഒന്നും തന്നിട്ടില്ല. ഉറക്കായിരുന്നു തോന്നുന്നു. Okay, thank you. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഈ ബലൂൺസൊക്കെ എടുത്ത് പെറുക്കി പുറത്തേക്ക് കളയണം. ബെഡിനകത്തിരിക്കുന്ന പൂക്കളും ചെടികളൊക്കെ എടുത്ത് മാറ്റി
കിടന്നുറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. പിന്നെ കേക്ക് നല്ല ടെൻഡർ കോക്കനട്ട് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണേട്ടാ? Nice. എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല, പക്ഷെ ആ കേക്ക് എന്നെ മാടി വിളിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഷുഗർ കൂടുതൽ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് പോട്ടെ. അപ്പം ഇനി കിടന്നുറങ്ങണം. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഗെയിം ഫാദേഴ്സ് ഡേ ഒരു മറക്കാൻ പറ്റാത്തൊരു ഫാദേഴ്സ് ഡേ അല്ലേ. വളരെ ഒരു ഷോർട്ട് ടൈമിൽ ഇത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ഉണ്ണിയേട്ടൻ ഇങ്ങനെ ഒരു സർപ്രൈസ് തരാമെന്നുള്ളത്. കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളെല്ലാവരോടും വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ ഈ പ്രഗ്നൻസി തുടങ്ങിയ സമയത്ത് കുറച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇത്രയും ഞാനിപ്പോൾ ഈ റിവീൽ ചെയ്യുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ബ്രേക്ക് എടുത്ത് പെട്ടെന്ന് ഞാൻ തിരിച്ചു വരുന്നത് ഒരു യൂട്യൂബ് ചാനലുമായിട്ടാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു വിശേഷം അറിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും, അതായത് നിങ്ങളുടെ ഫാമിലിയിലെ ആർക്കും ഒരു വിശേഷം ഉണ്ടായതുപോലെയാണ് നിങ്ങളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിനും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയണമെന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടാവണം. കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ഗുഡ് നൈറ്റ്.